അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. എൻ്റെ പ്രിയ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യ പ്രവാചകരുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ അല്ലേ? ഈ റബീഉൽ അവലിൽ പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ. ആരാണ് പ്രവാചകർ? അള്ളാഹു 40 വയസ്സോടടുത്തപ്പോൾ 40 വയസ്സിൽ പ്രവാചകത്വം നൽകി സമൂഹത്തിലേക്ക് ഇറങ്ങി. അവിടുന്ന് ഇങ്ങോട്ടുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും കഥകളൊക്കെയാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്, പറയാറുള്ളത് അല്ലേ? എങ്കിൽ ആരാണ് പ്രവാചകർ? അപ്പോൾ നമ്മൾ കേട്ട ഒരു ചരിത്രം ഉണ്ടാവും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദ് മക്കയുടെ തെരുവിലൂടെ നടക്കുമ്പോൾ ഖുറൈശികളുടെ ഒരാഘോഷം കാണുകയാണ്. അവർ അണിയിച്ചൊരുക്കിയ മൃഗങ്ങളുമായി വന്ന് അവർ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളുടെ മുമ്പിൽ അവയുടെ പേര് പറഞ്ഞ് ഈ മൃഗങ്ങളെ ബലിയറുക്കുന്ന കാഴ്ചയാണ്. സെയ്ദും വളരെ കുറഞ്ഞ വറഖത്ത് ഇബ്നു നൗഫല്, ഹാരിസിനെയൊക്കെ പോലെയുള്ള വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ശരിയായ ദൈവത്തെ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവർ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ശരിയായ തൗഹീദിൽ നിന്ന്, ദൈവിക തിരിച്ചറിവിൽ നിന്ന് വിട്ടുപോയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം നൽകുന്നതിന്റെ മുമ്പുള്ള ഒരു കഥയാണിതിട്ടോ, ഒരു ചരിത്രമാണ്. ഈ രംഗം കണ്ടപ്പോ സെയ്ദ് പറഞ്ഞുപോയി, അയ്യോ അരുത്, നിങ്ങൾ ചെയ്യുന്നത് അക്രമമാണ്. ആ മൃഗങ്ങളെ സൃഷ്ടിച്ചത്, അവയ്ക്ക് പുല്ലും വെള്ളവുമൊക്കെ സൃഷ്ടിച്ചതൊക്കെ അള്ളാഹുവാണ്. നിങ്ങൾ ബലിയറുക്കുന്നത് മറ്റാർക്കോ ആണ്. പരമ്പരാഗതമായി അവർ ചെയ്തു വരുന്ന കർമ്മങ്ങൾക്കെതിരെ സെയ്ദ് പറയുമ്പോൾ സ്വാഭാവികമായും അവർ രോഷാകുലരാകും അല്ലേ? അവർ രോഷാകുലരായി, വലിയ പ്രശ്നങ്ങളായി. ഇവിടെ നിന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നർത്ഥത്തിൽ മനസ്സിലാക്കി സെയ്ദ് അവിടുന്ന് രക്ഷപ്പെടുകയും പിന്നെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സെയ്ദും വറഖത്ത് ഇബ്നു നൗഫലും ഹാരിസുമൊക്കെ ചേർന്ന് ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ ആ വഴിക്ക് പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ്, മൂസ അലൈഹിസ്സലാമിന്റെ സമുദായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ മൂസ അലൈഹിസ്സലാം ഉണ്ടാവുകയും അദ്ദേഹത്തെ നിങ്ങൾ വിശ്വസിച്ചു പിൻപറ്റുകയും ചെയ്തു. ഇനിയോ എന്നെ നിങ്ങൾ വിട്ടേച്ചു, എന്നെ നിങ്ങൾ പിൻപറ്റിയില്ല എങ്കിൽ നിങ്ങൾ പിഴച്ചവരാണ്. സത്യത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ പിഴച്ചവരാണ് എന്ന് പ്രവാചകർ തന്നെ പറയുന്ന ഹദീസ് നമുക്ക് കാണാം. അഥവാ നമ്മൾ ഓർക്കുക, 40 വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു വന്നതിന് ശേഷമുള്ള പ്രവാചകരല്ല അല്ലേ? ലോകത്തിന്റെ ആദ്യം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കളും അംഗീകരിച്ച് സമ്മതിച്ച, വിശ്വസിച്ച, അവരുടെ ജീവിതകാലത്ത് പ്രവാചകർ വരികയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ പിൻപറ്റും, ഞങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പ്രവാചകരാണ് നമ്മുടെ പുണ്യപ്രവാചകരെന്ന് നാം മനസ്സിലാക്കുക. നമുക്കറിയാം, ആലിമ്രാനിലെ 81 ആയത്തിൽ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന, നബിമാരിൽ നിന്ന് അള്ളാഹു ഉടമ്പടി, കരാറ്, ഉറപ്പ് സ്വീകരിച്ച സാഹചര്യം.
ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ. നിങ്ങൾക്ക് ഞാൻ കിതാബ് തന്നു, വിജ്ഞാനം തന്നു, അഥവാ ദൈവിക സന്ദേശം, വേദഗ്രന്ഥങ്ങൾ നൽകി, വിജ്ഞാനം നൽകി. പിന്നെയോ സുമ്മ ജാഅകും റസൂലുൻ, പിന്നെ നിങ്ങളിലേക്ക് എന്റെ ദൈവദൂതൻ വന്നു, മുസദ്ദിഖുൽ ലിമാ മഅകും, നിങ്ങളോടുകൂടെയുള്ളതിനെ വാസ്തവമാക്കുന്ന, സത്യമാക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എന്റെ ദൂതൻ വന്നു. എന്റെ ദൂതൻ വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, അവരെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണമെന്ന് അള്ളാഹു പറയുകയാ. വലതൻസുറന്നഹു, അവരെ നിങ്ങൾ സഹായിക്കുക തന്നെ വേണം. കാല അള്ളാഹു പറയുകയാ, അഖറർതും, നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങൾ സമ്മതിച്ചോ, വഅഖൽതും, നിങ്ങൾ സമ്മതിച്ചോ, നിങ്ങൾ സ്വീകരിച്ചോ, അലാ ദാലികും മിസ്രി, എന്റെ ബാധ്യതയുടെ മേലിൽ, ഞാൻ പറഞ്ഞ കരാറിന്റെ മേലിൽ, ഈ ഭാരത്തിന്റെ മേലിൽ നിങ്ങൾ സമ്മതിച്ചോ. ഖാലു, അവർ പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഖാല, അപ്പോൾ അല്ലാഹു പറയുകയാ, എങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഷ്ഹദൂ, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. വഅന മഅകും മിനശ് ശാഹിദീന, ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷ്യം വഹിക്കുന്നവനാണ്. ഓർക്കുക സഹോദരങ്ങളെ, മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകരും സമ്മതിച്ച, ഇന്ന രൂപത്തിൽ ഇങ്ങനെ വന്നാൽ അവർ വിശ്വസിച്ച, അംഗീകരിച്ച ആ മുഴുവൻ പ്രവാചകരോടും നിങ്ങളുടെ കാലത്ത് എന്റെ ദൂതർ വരികയാണെങ്കിൽ നിങ്ങൾ ലതുഅ്മിനുന്ന ബിഹി ലതൻസുറന്നഹു, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ പ്രവാചകരെ, ആ പുണ്യപ്രവാചകരോട് നമ്മൾ കാണിക്കുന്ന വിശ്വാസം, ആ പുണ്യപ്രവാചകരോട് നമ്മൾ കാണിക്കുന്ന സഹായം എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ? ആ പുണ്യപ്രവാചകരിലൂടെ നമുക്ക് കിട്ടിയ സത്യസന്ദേശത്തെ ജീവിതത്തിൽ 100% നിലനിർത്തുകയാണ്. അവിടത്തോടുള്ള വിശ്വാസവും ബാധ്യതയും ബന്ധവും, അവിടുന്ന് കിട്ടിയ സന്ദേശങ്ങളെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തലാണ് നാം ചെയ്യേണ്ട സഹായം. എവിടെയാണ് നമ്മുടെ സഹായം? എവിടെയാണ് നമ്മുടെ വിശ്വാസം? ഈ വിശുദ്ധ റബീഅ് നമ്മോട് വിട പറയുമ്പോഴേക്ക് പ്രവാചകരെ ആർത്ഥത്തിൽ വിശ്വസിക്കുന്ന, സഹായിക്കുന്ന, ശരിയായ സത്യവിശ്വാസികളാവാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.